ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഈ ഒരു ഷെൽഫിൽ നിന്ന് പ്ലസ് ടുവിൽ ഒരൊറ്റ ബുക്ക് പോലും മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പുതിയൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബുക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെക്കാനുള്ള സ്പേസ് പോലും ഈ ഒരു ഷെൽഫിലില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും ഈ ഒരു ബുക്കൊക്കെ മാറ്റി പുതിയ ബുക്കൊക്കെ വെക്കാനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ബുക്കൊക്കെ ഞാനിങ്ങനെ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വല്ല പേജൊക്കെ ബാക്കിയുള്ള ബുക്കുകൾ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ബുക്കുകൾ വേറൊരു തട്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേജും കാര്യങ്ങളൊക്കെ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസിയായിട്ട് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഷീറ്റുകളും നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ള പ്രിൻ്റുകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടുന്ന് മാറ്റാനുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ മറന്നു, നമ്മുടെ റെക്കോർഡും ഒക്കെ നമുക്ക് അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നോട്ട് ബുക്കുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ പേജൊക്കെ ബാക്കിയുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്ലസ് ടുവിൽ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്കിത് ഈ പ്ലസ് ടുവിലെ ഡയറി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ബില്ല്, പിന്നെ സ്കൂളിൽ നമ്മൾ ഫ്രീ പീരീഡിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പയം പച്ചക്കറിയുടെ ആ ഒരു പേപ്പറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടോ. കുറച്ച് മുന്നേ തന്നെ നല്ല ആസ്വദിച്ച് ക്ലീൻ ചെയ്യായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് നമ്മൾ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മുകളിൽ ഒരു ഷെൽഫിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലാബ് എക്സാമിന് കുത്തിയിരുന്ന് പഠിച്ചിട്ടുള്ള ഒരു ഷീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും പ്രിൻ്റുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം ഞാനിതെല്ലാം കൂടെ ഒരു കവറിലിട്ടിട്ട് വേറൊരു ഷെൽഫിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഒരുപാട് പ്രിൻ്റ് ഉണ്ടായിരുന്നു. കാരണം ചില ടീച്ചേഴ്സൊക്കെ പറയും നോട്ട് എഴുതണ്ട, പ്രിൻ്റ് എടുത്താൽ മതി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പ്ലസ് വണ്ണിലേ ഉണ്ട്. കാരണം നമ്മൾ വിചാരിച്ചു പ്ലസ് വണ്ണിൽ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം വരും ഈ പ്രിൻ്റ്. എന്തായാലും ഇപ്പോൾ ഇത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രിൻ്റൊക്കെ അവിടെ ഭദ്രമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സമയത്ത് നമ്മുടെ കഷ്ടപ്പാടിന് ശേഷമാണ് ഈ ഒരു ഷെൽഫ് നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലാബിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സിറിഞ്ച് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ലാബിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ കുത്തിയിട്ടുള്ള ആ ഒരു ദിവസമൊക്കെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഷെൽഫിൽ മാറ്റി അവിടെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എൻ്റെ ഈ ഒരു ക്ലീനിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ബുക്കൊന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ. ബാക്കി ഷെൽഫും കാര്യങ്ങളും ആ ഒരു റൂമൊക്കെ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുക മാത്രമാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ അതേപോലെ തന്നെ അവിടെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു സമാധാനമായിട്ടു. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു റൂം ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ബട്ട് എന്തോ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഷെൽഫ് ഇപ്പം നമ്മൾ കുറേ സമയം കഷ്ടപ്പെട്ട് പണിയെടുത്തത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. കാരണം രാത്രിയിലാണ് എനിക്കിത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മൂഡ് വന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. അത് കഴിഞ്ഞത് ഇപ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ജനലിൽ ഇങ്ങനെ മരുന്നൊക്കെ വെച്ചിട്ടുള്ളത്. യെസ്, അതേപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ ടാബിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ അതേപോലെ ഈ ഒരു ജനലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം കൂടി എടുത്ത് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇനി ആവശ്യമുള്ളതാണോ നോക്കി ഇങ്ങനെ തരംതിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മുക്കാൽ സംഭവങ്ങളും കഴിഞ്ഞിട്ടുള്ള പെന്നുകൾ, നമ്മൾ ഉപയോഗിച്ച് തീർന്നിട്ടുള്ള പശൻ്റെ കുപ്പി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നിറച്ചപ്പോൾ തന്നെ നമ്മുടെ ബാസ്ക്കറ്റ് ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനകത്തൊന്നും ഇപ്പോൾ ഒരു സാധനവുമില്ല, സംഭവം മൊത്തം കഴിഞ്ഞ സംഭവങ്ങളാണ് അതിനകത്ത് കിടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. എന്തായാലും ജസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണ്ടി വരും. എന്തായാലും അത് കഴിഞ്ഞത് ജനലിൽ 4 സാധനങ്ങൾ മാത്രമേ കാണാനുള്ളൂ. എന്തായാലും നമ്മൾ ചെയ്തിട്ടുള്ള 2 ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഒരു മണി പ്ലാന്റ്, നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിൽ. അത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടേബിൾ നമ്മൾ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അതും കൂടെ ക്ലീൻ ചെയ്തു.